ഈ ട്രാൻസ്ജെൻഡറിനോട് ഈ സൂര്യൻ്റെ ഈ വെളിച്ചം മറയുമ്പോൾ രമിക്കാൻ എത്താറുണ്ട്. പല സ്ട്രീറ്റുകളിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ ജനിക്കുന്നത് അവരുടെ വൈകൃതം കൊണ്ടല്ല, അവരുടെ തെറ്റുകൊണ്ടല്ല, അവരുടെ മാതാപിതാക്കളുടെ കുറ്റകൃത്യം കൊണ്ടല്ല. പ്രിയപ്പെട്ടവർ നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര SP ഓഫീസിലേക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ ഒരു സമരമുണ്ടായിരുന്നു. അവർക്കെതിരെ അകാരണമായി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. ആ സമരത്തോട് പൊതുസമൂഹവും സോഷ്യൽ മീഡിയയും ഒരു വിവേചനപരമായിട്ടാണ് പ്രതികരിച്ചത്. പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനോട് ആളുകൾക്ക് ഒരു പ്രത്യേക വിവേചനമുണ്ട് എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ കറുത്തവനുണ്ടായിരുന്ന ഒരു വിവേചനം, ഒരു കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാരനുണ്ടായിരുന്ന ഒരു വിവേചനം, ആ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ പുരോഗമനപരമായി ഈ 2025 എത്തി നിൽക്കുമ്പോഴും പുരോഗമനവാദികൾ പോലും ട്രാൻസ്ജെൻഡറിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ട്രാൻസ്ജെൻഡർ നടത്തുന്ന ഒരു കടയിൽ നിന്നും ഒരു ചായ കുടിക്കാനോ, അവർ നടത്തുന്ന ഒരു ഷോപ്പിൽ നിന്നും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ, അവർക്കൊരു ജോലി കൊടുക്കുവാനോ പൊതുസമൂഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പല ആളുകളും നമ്മുടെ നാട്ടിൽ മാന്യന്മാരെന്ന് നടിച്ച് നടക്കുന്ന പലരും ഈ ട്രാൻസ്ജെൻഡറിനോട് ഈ സൂര്യൻ്റെ ഈ വെളിച്ചം മറയുമ്പോൾ രമിക്കാൻ എത്താറുണ്ട്. പല സ്ട്രീറ്റുകളിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ സമയത്തൊന്നും ട്രാൻസ്ജെൻഡറിനോട് അവർക്ക് വിവേചനമില്ല. ട്രാൻസ്ജെൻഡറിലുള്ള ചില ആളുകൾ മോശക്കാരായിരിക്കാം, പക്ഷേ എല്ലാ ആളുകളെയും ആ മേഖലയിലുള്ള ആ ട്രാൻസ്ജെൻഡറായിട്ടുള്ള ആളുകളുടെ മുഴുവനും സമൂഹത്തിനോട് ഒരേ രീതിയിലുള്ള വിവേചനം കാണിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ ഭരണഘടനാപരമായി ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിക്കൊണ്ട് ഇവിടെ മെയിലും ഫീമെയിലും ട്രാൻസ്ജെൻഡറും എന്ന 3 ലിംഗക്കാർ ഈ രാജ്യത്തുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരേ അവകാശങ്ങളാണ്, ഒരേ ഒബ്ലിഗേഷനാണ്, ഒരേ ലയബിലിറ്റീസാണ്. അവരോട് മാത്രം ഒരു വിവേചനം കാണിക്കുന്നത് ഭരണഘടനാപരമായി തെറ്റാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവരോടൊന്ന് സംസാരിക്കാനോ അവരെന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുകയോ നമ്മളൊന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും അതിനുള്ള സമയം കൊടുക്കാതെ, അതിന് മുഖം കൊടുക്കാതെ ആളുകൾ കടന്നു പോകുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരോട് ഐത്തം കാണിക്കേണ്ടവരല്ല, അവരോട് വിവേചനം കാണിക്കേണ്ടവരല്ല. ശാരീരിക ഘടനയിൽ ഒരു പുരുഷൻ്റെ ശരീരഘടനയും ഒരു സ്ത്രീയുടെ സ്വഭാവമുള്ള ഒരാൾ ആ ട്രാൻസായി മാറുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ ജനിക്കുന്നത് അവരുടെ വൈകൃതം കൊണ്ടല്ല, അവരുടെ തെറ്റുകൊണ്ടല്ല, അവരുടെ മാതാപിതാക്കളുടെ കുറ്റകൃത്യം കൊണ്ടല്ല. അതുകൊണ്ട് അവരോട് വിവേചനം കാണിച്ച് മാറ്റി നിർത്തേണ്ട അവരല്ല ഈ സമൂഹം. അവരും നമ്മളോടൊപ്പം മനുഷ്യഗണത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ മോശക്കാരാക്കുവാനുള്ള ഒരു പ്രവണത അത് നന്നേ തെറ്റാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ ട്രാൻസ്ജെൻഡറിനോട് ഈ സൂര്യൻ്റെ ഈ വെളിച്ചം മറയുമ്പോൾ രമിക്കാൻ എത്താറുണ്ട്. പല സ്ട്രീറ്റുകളിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ ജനിക്കുന്നത് അവരുടെ വൈകൃതം കൊണ്ടല്ല, അവരുടെ തെറ്റുകൊണ്ടല്ല, അവരുടെ മാതാപിതാക്കളുടെ കുറ്റകൃത്യം കൊണ്ടല്ല. പ്രിയപ്പെട്ടവർ നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര SP ഓഫീസിലേക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ ഒരു സമരമുണ്ടായിരുന്നു. അവർക്കെതിരെ അകാരണമായി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. ആ സമരത്തോട് പൊതുസമൂഹവും സോഷ്യൽ മീഡിയയും ഒരു വിവേചനപരമായിട്ടാണ് പ്രതികരിച്ചത്. പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനോട് ആളുകൾക്ക് ഒരു പ്രത്യേക വിവേചനമുണ്ട് എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ കറുത്തവനുണ്ടായിരുന്ന ഒരു വിവേചനം, ഒരു കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാരനുണ്ടായിരുന്ന ഒരു വിവേചനം, ആ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ പുരോഗമനപരമായി ഈ 2025 എത്തി നിൽക്കുമ്പോഴും പുരോഗമനവാദികൾ പോലും ട്രാൻസ്ജെൻഡറിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ട്രാൻസ്ജെൻഡർ നടത്തുന്ന ഒരു കടയിൽ നിന്നും ഒരു ചായ കുടിക്കാനോ, അവർ നടത്തുന്ന ഒരു ഷോപ്പിൽ നിന്നും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ, അവർക്കൊരു ജോലി കൊടുക്കുവാനോ പൊതുസമൂഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പല ആളുകളും നമ്മുടെ നാട്ടിൽ മാന്യന്മാരെന്ന് നടിച്ച് നടക്കുന്ന പലരും ഈ ട്രാൻസ്ജെൻഡറിനോട് ഈ സൂര്യൻ്റെ ഈ വെളിച്ചം മറയുമ്പോൾ രമിക്കാൻ എത്താറുണ്ട്. പല സ്ട്രീറ്റുകളിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ സമയത്തൊന്നും ട്രാൻസ്ജെൻഡറിനോട് അവർക്ക് വിവേചനമില്ല. ട്രാൻസ്ജെൻഡറിലുള്ള ചില ആളുകൾ മോശക്കാരായിരിക്കാം, പക്ഷേ എല്ലാ ആളുകളെയും ആ മേഖലയിലുള്ള ആ ട്രാൻസ്ജെൻഡറായിട്ടുള്ള ആളുകളുടെ മുഴുവനും സമൂഹത്തിനോട് ഒരേ രീതിയിലുള്ള വിവേചനം കാണിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ ഭരണഘടനാപരമായി ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിക്കൊണ്ട് ഇവിടെ മെയിലും ഫീമെയിലും ട്രാൻസ്ജെൻഡറും എന്ന 3 ലിംഗക്കാർ ഈ രാജ്യത്തുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരേ അവകാശങ്ങളാണ്, ഒരേ ഒബ്ലിഗേഷനാണ്, ഒരേ ലയബിലിറ്റീസാണ്. അവരോട് മാത്രം ഒരു വിവേചനം കാണിക്കുന്നത് ഭരണഘടനാപരമായി തെറ്റാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക,
ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവരോടൊന്ന് സംസാരിക്കാനോ അവരെന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുകയോ നമ്മളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും അതിനുള്ള സമയം കൊടുക്കാതെ, അതിന് മുഖം കൊടുക്കാതെ ആളുകൾ കടന്നു പോകുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരോട് ഐത്തം കാണിക്കേണ്ടവരല്ല, അവരോട് വിവേചനം കാണിക്കേണ്ടവരല്ല. ശാരീരിക ഘടനയിൽ ഒരു പുരുഷൻ്റെ ശരീരഘടനയും ഒരു സ്ത്രീയുടെ സ്വഭാവമുള്ള ഒരാൾ ആ ട്രാൻസായി മാറുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ ജനിക്കുന്നത് അവരുടെ വൈകൃതം കൊണ്ടല്ല, അവരുടെ തെറ്റുകൊണ്ടല്ല, അവരുടെ മാതാപിതാക്കളുടെ കുറ്റകൃത്യം കൊണ്ടല്ല. അതുകൊണ്ട് അവരോട് വിവേചനം കാണിച്ച് മാറ്റി നിർത്തേണ്ട അവരല്ല ഈ സമൂഹം. അവരും നമ്മളോടൊപ്പം മനുഷ്യഗണത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ മോശക്കാരാക്കുവാനുള്ള ഒരു പ്രവണത അത് നന്നേ തെറ്റാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്.